അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ ഖാതിമിൻ നബിയ്യീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 23/5/17 ചേർന്ന കേരള ജംഇയ്യത്തുൽ തീരുമാനവും അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് KNM അയച്ച സർക്കാരിൻ്റെയും വെളിച്ചത്തിൽ ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ വലിയ ചർച്ച ഉയർന്നതിൻ്റെ ആഭിമുഖ്യത്തിലാണ് നിങ്ങളിപ്പോൾ എന്നോട് അതിനെപ്പറ്റിയുള്ള സംശയം ചോദിക്കാൻ വന്നത്. പ്രസക്തമായ ഒരു കാര്യമാണത്. 23/5/17 കേരള ജംഇയ്യത്തുൽ യോഗം ചേർന്നു. സിഹറിൻ്റെ വിഷയത്തിൽ വളരെ ആഴത്തിൽ തന്നെ ചർച്ച നടത്തി. 2 പ്രബന്ധങ്ങളും അതിനോട് 2 മണിക്കൂറുകൾ ചർച്ചയും നീണ്ടു നിന്ന ചർച്ചകളെല്ലാം നടത്തി. ആ ചർച്ചകൾ നടത്തിയതിന് ശേഷം ചില തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. സിഹറിനെ പറ്റി 2 അഭിപ്രായക്കാരുണ്ട്. ആ നിലക്കുള്ള നിലപാടായിരുന്നു മുമ്പ് നടന്നിരുന്നു പറഞ്ഞത്. ഇത് ഐക്യ ചർച്ചയിൽ ചർച്ച ചെയ്യുകയും തീരുമാനിക്കപ്പെടുകയും ചെയ്ത ഒരു വസ്തുതയാണ്. പിന്നെ ഒരു ചർച്ചാ വിഷയക്ക് അത് വീണ്ടും പുനർചർച്ചയ്ക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ വീണ്ടും ഈ പ്രസ്ഥാനത്തിനെ ഭിന്നിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ചിലർ വീണ്ടും അത് പുനർചർച്ചയ്ക്ക് കൊണ്ടുവന്നപ്പോൾ അത് ജനങ്ങളിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതൊരു അനാവശ്യമായിരുന്നു. അതിൽ ചിലർ പറയാൻ തുടങ്ങി, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായ ചില അഭിപ്രായങ്ങളുണ്ട്, ഞങ്ങൾ പറയുന്നതാണ് ഔദ്യോഗിക അഭിപ്രായം, ഞങ്ങളെതിര് പറയുന്നത് ഔദ്യോഗിക അഭിപ്രായമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ പ്രചരണം തുടങ്ങി. യഥാർത്ഥത്തിൽ ഔദ്യോഗികമായൊരു അഭിപ്രായം സംഘടനയ്ക്ക് അന്നുമില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. അത് തെളിയിക്കാനാണ് 23-ാം തീയതി ചർച്ച, 23/5/17 ചർച്ച വീണ്ടും എത്താൻ കാരണം. മുമ്പൊരു തീരുമാനമുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനത്തെ ഒരു ചർച്ചയ്ക്ക് ആവശ്യമില്ലല്ലോ. അതിൻ്റെ അർത്ഥം മുമ്പ് കേരള ജംഇയ്യത്തുൽ ഉലമ സിഹറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അതുവരെ തീരുമാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവരെല്ലാം കളവ് പറഞ്ഞതാണ് എന്നാണ് 23/5 ചർച്ച കൊണ്ട് പ്രകടമായത്. ഈ സിഹറിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഏതൊരു ആദർശമാണോ ഉണ്ടായിരുന്നത്, ആ ആദർശം തന്നെയാണ് എനിക്കും അന്ന് എൻ്റെ കൂടെ നിന്നിരുന്ന സഹപ്രവർത്തകർക്കും ഉള്ളത്. അതിന് ഇപ്പോഴും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഒരിക്കൽ മുതലക്കുള മൈതാനിയിൽ വെച്ച് സിഹറിന് വല്ല പ്രതികരണം ഉണ്ടാകുമെന്ന് തെളിയിക്കാൻ കഴിയുന്നവർ അത് ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കണം എന്ന് വെല്ലുവിളിച്ചവരാണ് ഞങ്ങൾ. മാത്രമല്ല, അങ്ങനെ വെല്ലുവിളി പാടുണ്ടോ ഇല്ലേ എന്ന് ചില സംശയം ചോദിച്ചപ്പോൾ ഞങ്ങളതിൻ്റെ മറുപടി പറഞ്ഞത്, ഷിർക്കിൻ്റെ കാര്യത്തിൽ അള്ളാഹു വെല്ലുവിളിച്ചിട്ടുണ്ട്. ഷിർക്ക് കൊണ്ട് എന്തെങ്കിലും പ്രതികരണം സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ശരീക്കന്മാരെ കൊണ്ടുവരൂ എന്ന് പറയാനാണ് പ്രബോധകന്മാരോട് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ, ഷിർക്കിൻ്റെ കാര്യത്തിൽ വെല്ലുവിളിക്കാമെങ്കിൽ സിഹറിൻ്റെ കാര്യത്തിൽ വെല്ലുവിളിക്കാമെന്ന് വെല്ലുവിളിച്ചവരാണ് നമ്മൾ. ആ വെല്ലുവിളിയുടെ ആദർശത്തിൽ നിന്ന് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. അത് അതേ പ്രകാരം തന്നെ നിലകൊള്ളുന്നത്. എന്നാൽ ഐക്യം ഒരാവശ്യമാണ്, ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. അത് ഐക്യമായി മുന്നോട്ട് പോകൽ ഇന്നത്തെ അനിവാര്യവുമാണ്. അതിൽ ഏറ്റവും ചർച്ചാ വിഷയം ഹഖീഖത്തുണ്ടോ തഫ്സീറുണ്ടോ എന്നതായിരുന്നു ചർച്ചാ വിഷയം. ഈ ഹഖീഖത്ത് തഫ്സീർ എന്ന് പറയുന്നത് ദ്വയാർത്ഥമുള്ള പദങ്ങളാണ്. എന്താണ് ഹഖീഖത്ത്, എന്താണ് തഫ്സീർ എന്നത്? ഒരു വസ്തു ഉണ്ട് എന്നുള്ളതാണ് എങ്കിൽ അങ്ങനത്തെ ഒരു വസ്തു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് സിഹർ എന്നൊരു വസ്തുണ്ട്. ഈ വിഷയത്തിൽ തീരുമാനം എഴുതാൻ പറഞ്ഞപ്പോൾ തീരുമാനം രേഖപ്പെടുത്താൻ ചർച്ചകളും 2 വിഭാഗം പ്രബന്ധങ്ങളും എല്ലാം അവതരിപ്പിച്ചു. ആ പ്രബന്ധങ്ങളെല്ലാം കഴിഞ്ഞ് തീരുമാനിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 5 അംഗങ്ങൾ ഒന്ന് ചർച്ചക്കെടുത്തപ്പോൾ എന്താണ് സിഹറിനെ പറ്റി നമ്മൾ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞ ഖുർആൻ്റെ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയാൽ മതിയെന്ന്. എന്താണോ ഖുർആൻ പറയുന്നത് അതങ്ങനെ തന്നെ സ്വീകരിക്കാം, യാതൊരു മാറ്റമില്ലാതെ സ്വീകരിക്കാം എന്നതാണ് അതിൽ പറയുന്നത്. അത് രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ എന്താണ് രേഖപ്പെടുത്തേണ്ടത്? എന്താണ്? ഞാൻ ഖുർആൻ്റെ ആയത്തുകൾ പറഞ്ഞു. സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലേ, അതങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നെ പറ്റി അതുണ്ട് എന്ന് ഖുർആൻ ഇതാ പറയുന്നു. യുഅല്ലിമൂനന്നാസ സിഹറ, സിഹർ അവർ പഠിപ്പിക്കുന്ന ജനങ്ങൾക്ക്. സിഹർ എന്നത് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്നൊരു വസ്തു ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അത് നമ്മൾ അംഗീകരിക്കുന്നു. സിഹർ എന്നൊരു വസ്തു ഉണ്ട്, അത് പഠിപ്പിക്കാനും പറ്റും പഠിക്കാനും പറ്റും എന്ന് തന്നെയാണ്. മറ്റൊന്ന്, സിഹറിന് വല്ല പ്രതികരണം ഉണ്ടാകുമോ എന്നതാണല്ലോ പ്രശ്നം. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒമാഹും ബിളാരീന ബിഹാ മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അതുകൊണ്ട് ആർക്കും യാതൊരു ഉപദ്രവവും ചെയ്യാൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദം, മതപരമായ അനുവാദം സിഹറിനില്ല. പിന്നെ അനുവാദമുണ്ട് എന്ന് പറയുന്നവർ എന്ത് അനുവാദമാണുള്ളത് എന്ന് അവർ തെളിയിക്കേണ്ടതാണ്. അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഭൂരിപക്ഷം ആളുകളൊക്കെ പറഞ്ഞത് മുഇസ്സത്ത് കറാമത്ത് പോലെ തന്നെ സിഹറിനും ഒരു ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ അത് വളരെ വിഡ്ഢിത്തമാണ്. കാരണം മുഇസ്സത്തും കറാമത്തും പഠിക്കാനോ പഠിപ്പിക്കാനോ പറ്റിയതല്ല, സിഹർ പഠിപ്പിക്കാനും പഠിക്കാനും പറ്റിയതാണ്. അതുകൊണ്ട് അതുപോലെയുള്ള ഇതിനല്ല ഇതിനുള്ളത്
എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ വിഷയത്തിൽ എന്താണ് എന്ന് പറയുന്നത്, ഖുർആൻ്റെ അതേ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയാൽ നമുക്ക് അംഗീകരിക്കാനാണ്. എന്നാൽ അത് രേഖപ്പെടുത്താൻ വിസമ്മതിച്ചപ്പോൾ വാസ്തവത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. ഇത് തോന്നിയത് രണ്ടു കൂട്ടർ യോജിപ്പിലെത്തുമ്പോൾ എന്തോ ഖുർആൻ്റെ അഭിപ്രായത്തിൽ ആർക്കോ ദോഷകരമായി ഉണ്ട് എന്ന് തോന്നുന്നുകൊണ്ടാണല്ലോ അത് അംഗീകരിക്കാത്തത്. എനിക്ക് ആ വിഷയത്തിൽ എഴുതാത്തതിൽ വളരെ സങ്കടം അന്നും ഇന്നുമുണ്ട്. ഏതുപോലെ ഹുദൈബിയ സന്ധി എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അപ്പുറത്ത് വന്ന സന്ധിക്ക് വേണ്ടി വന്ന സുഹൈൽ അംഗീകരിച്ചില്ല. കാരണം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയാൽ സുഹൈലിൻ്റെ ആദർശം പൊളിഞ്ഞു പോകുന്ന അയാൾക്കറിയാം. അള്ളാഹു പരമകാരനാണ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആദർശം പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് സുഹൈൽ അത് എഴുതാൻ സമ്മതിക്കാതിരുന്നത്. ഇതുപോലെയാണ് ഇതും സംഭവിച്ചതെന്ന് അപ്പോൾ ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ നിന്ന് തോന്നുന്നതാണ്. ഒരു വിഷയം ഭിന്നാഭിപ്രായം മുസ്ലിങ്ങൾക്കിടയിലുള്ള സ്ഥലത്തുള്ള കാര്യത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിയുമ്പോൾ അതാണ് അഭിപ്രായം എന്ന നിലക്ക് എന്ന് പറഞ്ഞാൽ അതാണ് മുസ്ലിങ്ങൾ വഴങ്ങേണ്ടത്. പക്ഷേ അത് തയ്യാറായില്ല. അതിൽ ആ ഖേദം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ അന്ന് തന്നെ മനസ്സിൽ അപ്പോഴും ചിന്ത ഉണ്ടായിരുന്നതാണ്. ആ ചിന്തയുടെ ചില കാര്യങ്ങൾ ഞാൻ TP അബ്ദുൽ ഖായം അതിനോട് വെട്ടി തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന അഭിപ്രായങ്ങൾ രണ്ട് കൂട്ടരുടെ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയത്. അത് രണ്ട് വിഭാഗത്തിൻ്റെയാണ്. ഒന്ന്, ഈ മരണം, ഗൂഢോത്രം, ആഭിചാരം എന്നീ അർത്ഥത്തിലുള്ള സിഹർ മഹാപാപമാണ്, അത് ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഹറാമാണ്. ഈ വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇത്രത്തോളം കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാണ്. എന്നാൽ ഈ അർത്ഥത്തിലുള്ള സിഹർ ഒരു വസ്തുതയാണ്, അങ്ങനെ ഒന്നുണ്ട്, അതും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പ്രതികരണം ഉണ്ടാകാമെന്നതാണ് അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷ അഭിപ്രായം. ആ വിഷയത്തിൽ ഈ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഷിയാക്കളല്ലാത്തവരെ എല്ലാവരെയും സുന്നികളായിട്ടാണ് കണക്കാക്കുന്നത്. സുന്നികൾ ഭൂരിപക്ഷ അഭിപ്രായം സിഹറിന് അങ്ങനത്തെ പ്രതികരണമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഭൂരിപക്ഷത്തിനെതിരാണ് കേരളത്തിലെ മുജാഹിദുകളെയും യഥാർത്ഥ സലഫു സാലിഹ്യങ്ങളുടെയും അഭിപ്രായം. ആ ഭൂരിപക്ഷത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന എന്ന് പറയുന്നവരുടെ ഭൂരിപക്ഷ അഭിപ്രായം പലതിനെയും കേരളത്തിലെ മുജാഹിദുകൾ തള്ളിക്കളഞ്ഞവരാണ്. മുത്തലാഖിൻ്റെ കാര്യം തന്നെ ഉദാഹരണമായി എടുക്കാം. ഈ അഹ്ലുസുന്നക്കാരാണ് എന്ന് പറയുന്നവരുടെ ഭൂരിപക്ഷ അഭിപ്രായം 3 തലാഖ് ഒന്നിച്ച് ചെല്ലിയാൽ 3 പോകും എന്നാണ് അവരുടെ അഭിപ്രായം പറയുന്നത്. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനക്കാർ പോകില്ല, 3 പോകില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭൂരിപക്ഷ അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല. മറ്റൊന്ന്, സെഹർ, പലജാതി സെഹറുകളുണ്ട്. ആ സെഹറുകളുടെ കൂട്ടത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിധത്തിൽ സെഹർ പ്രതിഫലനമുണ്ടാകുമെന്ന വിശ്വാസം ശിർക്കാകുന്നു. ഈ കാര്യമാണ് കേരളത്തിലെ മുജാഹിദീങ്ങളുടെ അഭിപ്രായം. ഇതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ കാര്യകാരണ ബന്ധം അവ്യക്തമായ വിധത്തിലുള്ള പ്രതിഫലനം ഉണ്ടാകാമെന്ന് കരുതുന്നത് ശിർക്കല്ല. ഇത് കേവലം ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം മാത്രമാണ്. കാരണം കാര്യകാരണ ബന്ധം അവ്യക്തമാണ് എന്ന് പറയുന്ന കാര്യം തന്നെ ഒരു അവ്യക്തമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അവ്യക്തമായതെന്ന് പറഞ്ഞാൽ ആർക്ക് അവ്യക്തമായത്? മനുഷ്യർക്ക് എല്ലാവർക്കും അവ്യക്തമായതാണെങ്കിൽ ആ കാര്യം ശിർക്ക് തന്നെയാണ്. കാരണം അത് ഗൈബാണ്. പിന്നെ ചിലർക്ക് അവ്യക്തമാണ്, ചിലർക്ക് വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടു കൂട്ടരുടെയും അതിൻ്റെ വ്യത്യാസപ്പെടും. അതുകൊണ്ട് ഈ തീരുമാനത്തിൻ്റെ അവ്യക്തമായ തീരുമാനമാണ്. ഇതിനെ ഞാൻ വ്യക്തിപരമായി അന്ന് തന്നെ എതിർത്തതുമാണ്. മാത്രമല്ല ഇവിടെ ഈ കൂട്ടത്തിൽ ഈ വിസ്റ്റം എന്ന് പറയുന്ന ഒരു വിഭാഗം മുജാഹിദുകൾ എന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട്. പക്ഷെ അവരും ഇതേ അഭിപ്രായക്കാർ തന്നെയാണ് എന്ന് അന്ന് കേന്ദ്രമിൻ്റെ പ്രസിഡന്റിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് അപകടകരമായ അഭിപ്രായമാണ്, അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഭിപ്രായം ഈ കൂട്ടത്തിൽ ഒരു വിഭാഗത്തിനുണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു. അതാണ് ഈ തീരുമാനം കൊണ്ടുള്ളത്. ഈ അഭിപ്രായം കേരളത്തിലെ മുജാഹിദീങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തിനുണ്ട്, അത് എല്ലാവരും അംഗീകരിക്കുന്നതല്ല. പിന്നെ ഞാൻ അതിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ 2 വിഭാഗം ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഒപ്പിട്ടത്. അല്ലാതെ നമ്മുടെ അഭിപ്രായം ഒപ്പിട്ടതല്ല. 2 വിഭാഗം ഇങ്ങനെ മുജാഹിദീങ്ങളിലുണ്ട്. കേരള നിയമത്തിലുള്ള ഈ 2 വിഭാഗക്കാരും ഉണ്ട്. അതുകൊണ്ട് ശിർക്കാണ് എന്ന് പറഞ്ഞ അഭിപ്രായത്തിൻ്റെ ഭാഗത്താണ് ഞാൻ നിലകൊള്ളുന്നത്. എന്നാൽ എൻ്റെ എതിരായി നിലകൊള്ളുന്നവർ അതിന് ശിർക്കല്ല എന്നുള്ള അഭിപ്രായത്തിലാണ്. ഇങ്ങനെ 2 അഭിപ്രായങ്ങളുണ്ട്, അത് അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഈ 2 അഭിപ്രായം ഉണ്ടായതുകൊണ്ട് വ്യത്യസ്ത പ്രബോധന രംഗത്ത് വ്യത്യസ്ത ചേരിതിരിവുകളുണ്ടാകും. അത് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേരള ജമിയത്തുൽ ഉലമ അത് എഴുത്ത് മുഖേനയോ പ്രസംഗം മുഖേനയോ പ്രചരിപ്പിക്കുവാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ കാരണം. നിർഭാഗ്യവശാൽ ജമിയത്തുൽ ഉലമയുടെ ആ തീരുമാനത്തിനെതിരായി അതൊരു സർക്കാരിലൂടെ സാധാരണക്കാരിടയിൽ പ്രചരിപ്പിക്കാനാണ് തുടങ്ങിയത്. ഈ പ്രചരണം വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ എത്തിച്ചു. അതും വീണ്ടും ആശയക്കുഴപ്പത്തിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു ഇപ്പോൾ. ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നു, എന്നെയും അന്ന് ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നവർക്കും
സിഹർ എന്ന വിഷയത്തിൻ്റെ മുൻ അഭിപ്രായത്തിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല. അതേ അഭിപ്രായത്തിൽ തന്നെ ഇപ്പോൾ നിലകൊള്ളുന്നു. മറ്റുള്ളത് അതിനെതിരെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് മതകക്ഷിയുടെ മാത്രം അഭിപ്രായമാണ്, നമ്മുടെ അഭിപ്രായമല്ല.